ഒരു ഫീച്ചർ നിങ്ങൾ വണ്ടിയിൽ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലീഗലായ മൂവ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്തോടെ ഓപ്പൺ ആക്കാം. ഇൻറ്റീരിയറിനും നമുക്കിത് ഓപ്പൺ ആക്കാൻ ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാടധികം ഫംഗ്ഷൻസ് ഉള്ള മെമ്മറി സീറ്റ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ വെന്റിലേറ്റഡ് സീറ്റാണ്, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റും കൂടിയാണ് ഒരു വെഹിക്കിൾ ഉള്ളത്. സോ ടാറ്റ എന്ന ബ്രാൻഡ് ഓരോ വെഹിക്കിൾസും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഓരോ കളർ തീമും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്തും സേഫ്റ്റിയെ കുറിച്ച് പറയുന്ന സമയത്തും ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റ. സോ ഇന്നത്തെ ഇവിടെ എൻ്റെ കൂടെയുള്ള ടാറ്റ ഹാരിയർ. സോ ടാറ്റ ഹാരിയർ കൊണ്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓഫർ. സോ ഇതിന് അത്യാവശ്യം ഓഫേഴ്സ് ഇപ്പോൾ ഷോറൂം അനൗൺസ് ചെയ്തിട്ടുണ്ട്, ലെക്സോൺ ടാറ്റ. സോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിൽ എൻ്റെ ഓഫേഴ്സ് എല്ലാതും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ദ ഫുൾ വീഡിയോ ഓഫ് ടാറ്റ ഹാരിയർ. സോ ഫൈനലി ഇതാണ് ടാറ്റ ഹാരിയർ. ടാറ്റ ഹാരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫുൾ സൈസ് SUV ആണ് ടാറ്റ ഹാരിയർ. അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിൾ നമ്മൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത അതിൻ്റെ ഒരു പെർഫോമൻസ് ആണെങ്കിലും ഫാൻ ബേസ് ഒരുപാടധികമാണ് ഈ ഒരു വെഹിക്കിളിന് ഇന്ത്യയിൽ ഉള്ളത്, ടാറ്റ ഹാരിയർ ഉള്ളത്. സോ ടാറ്റ എന്ന ബ്രാൻഡ് ഓരോ വെഹിക്കിൾസും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഓരോ കളർ തീമും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം അട്രാക്റ്റീവ് കളേഴ്സും അതുപോലെ തന്നെ ഒരുപാടധികം ഫീച്ചേഴ്സാണ് ഈ ഒരു വെഹിക്കിൾ ടാറ്റ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. സേഫ്റ്റി പരമായിട്ടും ഒരുപാടധികം ഫീച്ചേഴ്സാണ് ടാറ്റ ഹാരിയർ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് മൂവ് ദ ഫ്രണ്ട് പ്രൊഫൈൽ ഓഫ് ടാറ്റ ഹാരിയർ. സോ നമുക്ക് ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് കണ്ടു തുടങ്ങാം ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ്. സോ ഇതിൻ്റെ ഫ്രണ്ടിൽ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു DRL യൂണിറ്റാണ്, ഫുള്ളി കണക്റ്റഡ് ആയ ഒരു DRL യൂണിറ്റാണ് ഈ ഒരു ഫ്രണ്ടിൽ വന്നുള്ളത്. നേരെ താഴെ ടാറ്റ ലോഗോ കൊടുത്തിട്ടുണ്ട്, അതിന് നേരെ താഴെ ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 360 ക്യാമറ സപ്പോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ക്യാമറയാണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ ഈ ഗ്രില്ലിലും നമുക്കൊരു ക്രോമിയം പ്ലേറ്റിങ്ങും അതുപോലെ തന്നെ ഗഡ് മെറ്റാലിക് ഫിനിഷും ചേർന്നിട്ടുള്ള ഒരു ഗ്രിൽ യൂണിറ്റാണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ നേരെ താഴെ പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ്. സോ ഇതിൻ്റെ റഡാറും ക്യാമറയും ഫ്രണ്ട് വിൻഷീൽഡ് കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ. സോ നേരെ ഹെഡ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റഡ് LED ലാംപ്സ് ആണ് ഒരു വെഹിക്കിൾ വന്നിട്ടുണ്ട്. നേരെ താഴെ കോർണർ ഫംഗ്ഷനോടുള്ള ഫോഗ് ലാമ്പ് യൂണിറ്റ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. എയർ വെൻസും നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു എയറോഡമിക് കിട്ടാൻ വേണ്ടിയാണ് എയർ വെൻസ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ബൾക്കി എന്നൊക്കെ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു ഫ്രണ്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഇഷ്ടപ്പെട്ടു കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ദ സൈഡ് പ്രൊഫൈൽ ഓഫ് ടാറ്റ ഹാരിയർ. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് സോ ഫസ്റ്റ് ഓഫ് ഓൾ വീൽ സെക്ഷൻ കണ്ടു കൊടുക്കാം. ഒരു 18 ഇഞ്ച് വീൽസാണ് കൊടുത്തുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക്, ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്, ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക്. പ്ലസ് പോയിന്റ് സേഫ്റ്റി പര ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഈ ഒരു വീൽസിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം. സോ 5 സ്പോക്കാണ് വീല് വന്നുള്ളത്, ടാറ്റ ലോഗോ കാണാൻ സാധിക്കും. അലോ വീലും അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് വീലാണ് അലോ വീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു വീൽ ആർച്ചസ് കണ്ടോ, ഒരു വൈറ്റ് ബോഡി രീതിയിലാണ് ഇതിൻ്റെ വീൽ ആർച്ചസ് കൊടുത്തിട്ടുള്ളത്. ഒരു വൈറ്റ് ബോഡി കിറ്റ് എന്ന് വിളിക്കാൻ സാധിക്കും. ഒരു ബൾക്കി ഫീലും നമുക്കൊരു വീൽ ആർച്ചസ് കാണുന്ന സമയത്ത് ലഭിക്കും. സോ ഹാരിയർ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണ്ടും അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് രീതിയിലാണ് ഒരു ഫോൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈഡ് വ്യൂ മിറേഴ്സ്, അതിൽ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സും നേരെ താഴെ ക്യാമറ യൂണിറ്റിൻ്റെ സൈഡ് വ്യൂ ക്യാമറ വിഷ്വൽസും കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ. ഒരു ഡുവൽ ടോൺ കളറാണ് ഒരു വെഹിക്കിളിൽ വന്നുള്ളത്. അത്യാവശ്യം മാച്ചിങ് ഉണ്ട്, ഒരു ബ്ലാക്ക് ആണെങ്കിലും താഴത്തെ ഒരു കളറും അത്യാവശ്യം നല്ല മാച്ചിങ് രീതിയിലാണ് ഒരു വെഹിക്കിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തത്, ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ സെലിബ്രേറ്റിംഗ് 15 ലാക്ക് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 50 ലക്ഷം ടാറ്റ വെഹിക്കിൾ സെയിൽ ചെയ്തതിൻ്റെ സെലിബ്രേഷൻ ബാഡ്ജിങ് ആണ് അവിടെ കൊടുത്തുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓഫ് ദ റിയർ പ്രൊഫൈൽ ഓഫ് ടാറ്റ ഹാരിയർ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ റിയർ പ്രൊഫൈൽ. റിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ടൈലാം യൂണിറ്റാണ്. ഒരു കണക്റ്റഡ് ടൈലാം യൂണിറ്റാണ് ഒരു ടാറ്റ ഹാരിയർ വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. സോ നേരെ താഴെ ടൈലാം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റഡ് ടൈലാംസ് ആണ്, ഒന്ന് കണക്റ്റഡ് ലാമ്പും താഴെ 10 ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ താഴെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഹാരിയർ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടാറ്റ വലിയ ലോഗോ, താഴെ ക്യാമറ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഡിഫോക്കൽ ലൈൻസ്, ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റീന, റിയർ വൈപ്പേഴ്സ്. ഇപ്പോൾ ചെറിയൊരു സാധനം കണ്ടോ, ഡാഷ് ക്യാമറയും ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട്. സോ റിയർ ബമ്പറിൽ നമുക്ക് പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിഫ്യൂസർ പോർഷൻ കണ്ടോ, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു ഡിഫ്യൂസർ പോർഷൻസ് കൊടുത്തിട്ടുള്ളത്. പ്ലസ് പോയിന്റ് അത്യാവശ്യം അട്രാക്റ്റീവ് ഫീലാണ് ഇതിൻ്റെ ബാക്ക് ബമ്പറും കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ബൾക്കി എന്നൊക്കെ രീതിയിലാണ് ഒരു വെഹിക്കിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ബൾക്കിനെസ് നമുക്ക് ഫീൽ ചെയ്യും ഇതിന് ഓരോ പോർഷൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത്. ഈ ഒരു ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാൻ നമുക്ക് ഒരുപാട് രീതിയിൽ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. കീൽ ഓപ്പൺ ആക്കാം, കാൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്തോടെ ഓപ്പൺ ആക്കാം. ഇൻറ്റീരിയറിനും നമുക്കിത് ഓപ്പൺ ആക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാടധികം ഫംഗ്ഷൻസ് ഉള്ള ടെയിൽഗേറ്റ് യൂണിറ്റ് കൊടുത്തുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ കീ വരുന്നത്. ലോക്ക് അൺലോക്ക്, ഹെഡ്ലൈറ്റ് ഓപ്ഷൻ, ടെയിൽഗേറ്റ് ഓപ്പണിംഗ് ഫംഗ്ഷൻസ് ആണ് ഇതിൻ്റെ ഒരു കീയിൽ വന്നുള്ളത്. സോ ഇതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ ഒരു ടെയിൽ ഗേറ്റ് ഓപ്പൺ ആവും. ഒരു ഇലക്ട്രോണിക്കലി ഓപ്പൺ ആവുന്ന ടെയിൽ ഗേറ്റ് ആണ് ഒരു ടാറ്റ ഹാരിയർ എന്നുള്ളത്. സോ ഇത് നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള ഒരു വെഹിക്കിളാണ് ടാറ്റ ഹാരിയർ. പ്ലസ് പോയിന്റ്, സോ ഇതിൽ വന്ന സ്പീക്കർ യൂണിറ്റ് JBLൻ്റെ സ്പീക്കേഴ്സാണ് ഈ ഒരു വെഹിക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ എഫക്റ്റും അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിലാണ് സ്പീക്കേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബൂട്ട് സ്പേസ് ഉണ്ടോ, അത്യാവശ്യം വലിയൊരു ബൂട്ട് കപ്പാസിറ്റി ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. സോ നേരെ താഴെ സ്റ്റോറേജ് സ്പേസും ടൂൾ കിറ്റൊക്കെ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്പെയർ വീൽ മൗണ്ട് ചെയ്തിട്ടുള്ളത് താഴത്തെ പോർഷനാണ് സ്പെയർ വീൽ മൗണ്ട് ചെയ്തിട്ടുള്ളത്. ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ടോയിങ് ഹുക്കും നമുക്കിത് വരുന്നുണ്ട്. 2 kg വരെ വെയിറ്റ് ലഭിക്കുന്ന ടോയിങ് ഹുക്കാണ് വന്നിട്ടുള്ളത്. സോ 1 ടച്ചിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ടെയിൽ ഗേറ്റ്. സോ ഒരു വെഹിക്കിളിൻ്റെ ഏത് പോർഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും ആ ഒരു ബൾക്കി ഫീൽ ലഭിക്കും. ശരിക്കും ഒരു ഫുൾ സൈസ് SUV ഫീൽ നമുക്ക് ലഭിക്കും ഒരു വെഹിക്കിളിൻ്റെ ഏത് പോർഷൻസ് നോക്കുന്ന സമയത്ത്. സോ നെക്സ്റ്റ് നമുക്ക് ഇൻറ്റീരിയർ കണ്ടു നോക്കാം. ഒരു ഡുവൽ ടൺ കളറിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഫുൾ ഡോർ പേർന്ന് കണ്ടു തുടങ്ങാം. ഫുള്ളി ബ്ലാക്ക് ഫിനിഷും ഒരു യെല്ലോ ഫിനിഷും ചേർന്നിട്ടുള്ളൊരു ഡോർ പാഡാണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ ഇതൊക്കെ ഒരു ടച്ചബിൾ എലമെൻറ്റ്സ് ആണ് ഈ ഒരു ലെതർ ഫിനിഷിൽ കൊടുത്തിട്ടുള്ളത്. പവർ വിൻഡോ സ്വിച്ചസ് കാണാനായിട്ട് സാധിക്കും. മിറർ ലോക്ക് ബട്ടൺ കാണാൻ സാധിക്കും. ലോക്കും കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ്, വാട്ടർ ബോട്ടിൽ ഹോൾഡറും JBLൻ്റെ മ്യൂസിക് സിസ്റ്റവും ഈ ഒരു ഡോർ പാഡിൽ വരുന്നുണ്ട്. സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാടധികം ഫങ്ഷൻസ് ഉള്ള സീറ്റാണ് ടാറ്റ ഹാരിയറിൽ എന്നുള്ളത്. മെമ്മറി സീറ്റ് ഫങ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ വെന്റിലേറ്റഡ് സീറ്റാണ്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റും കൂടിയാണ് ഒരു വെഹിക്കിൾ എന്നുള്ളത്. വെന്റിലേറ്റഡ് സ്വിച്ചാണ് ഇവിടെ കൊടുത്തുള്ളത്. മെമ്മറി ഫങ്ഷൻസ് 3 പേർക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും ഈ ഒരു മെമ്മറി സീറ്റ്. സോ നിങ്ങളുടെ വീട്ടിൽ 3 ആൾ ഡ്രൈവർ ഉണ്ടെങ്കിൽ 3 യൂസറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രൈവിംഗ് പൊസിഷനിൽ സീറ്റ് വരും. രണ്ടാമത്തെ വേറെ വേറെ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പ്ലസ് പോയിന്റ്, സോ നേരെ അകത്തിരുന്ന് നോക്കാം. സോ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ കളർ തീമാണ്. ബ്ലാക്ക് പ്ലസ് യെല്ലോ കളറിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ സ്റ്റിയറിംഗ് വീല് ടാറ്റയിലെ വെഹിക്കിൾ കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വെഹിക്കിൾ യൂസ് ചെയ്തത്. ഇല്ലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തുള്ളത്. സോ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ യൂണിറ്റും 2 സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. സോ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തുള്ളത് മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ്. റൈറ്റ് സൈഡിൽ അഡാസ് ഫീച്ചേഴ്സ്, ക്രൂയിസ് കൺട്രോൾ, ഈ ഒരു MID കൺട്രോൾ യൂണിറ്റാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തുള്ളത്. ഹെഡ്ലൈറ്റും വൈപ്പർ കൺട്രോൾസും 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ്, ഫുള്ളി ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ടാറ്റ ഹാരിയറിൽ വന്നിട്ടുണ്ട്. ഓരോ ഫങ്ഷൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഈ ഒരു സൈഡിൽ കൊടുത്തത്. ഒരുപാടധികം ഫീച്ചേഴ്സും ഫങ്ഷൻസും ഉള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഈ ഒരു വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. നേരെ ഇൻഫോടൈംസ് നോക്കുകയാണെങ്കിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, ഒരുപാടധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു ടാറ്റ ഹാരിയറാണ് ഈ കിടക്കുന്നത്. ശരിക്കും ഇന്ത്യൻ പ്രൗഡായിട്ട് വിളിക്കാൻ പറ്റും ടാറ്റ ഹാരിയറിനെ കുറിച്ചുള്ള. ഇന്ത്യൻ ബ്രാൻഡായിട്ടും ഒരുപാടധികം ഫീച്ചേഴ്സാണ് ഈ ഒരു ടാറ്റ ഹാരിയർ വന്നിട്ടുള്ളത്. സോ നേരെ താഴെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ടച്ച് പാഡ്, ഒരുപാടധികം ഫങ്ഷനുള്ള ടച്ച് പാഡ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ AC കൺട്രോൾ ചെയ്ത ഓപ്ഷൻസ് ഉണ്ട്. 360 ക്യാമറ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വേണ്ടി കൊടുത്തിട്ടുണ്ടോ. 3D വിഷ്വൽ, ഫ്രണ്ട് ആൻഡ് റിയർ സൈഡും കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് ടെയിൽഗേറ്റ് ഓപ്പണിംഗ് ഫംഗ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഹാസാർഡ് ലാമ്പ്, ഫോഗ് ലാമ്പ് സ്വിച്ചസ്, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ആണ് ഈ ഒരു ടച്ച് പാഡിൽ വന്നുള്ളത്. നേരെ താഴെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു USB പോർട്ടും C പോർട്ട് ചാർജിങ് സോക്കറ്റും വന്നിട്ടുണ്ട്. ഇവിടെ ഡ്രൈവ് മോഡ് സെലക്ഷനാണ് വന്നുള്ളത്. നോർമൽ, വെറ്റ് മോഡ്, റഫ് റോഡ് എന്നീ 3 ഡ്രൈവ് മോഡ്സാണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ ഇവിടെ വന്നുള്ളത് എക്കോ മോഡും പവർ മോഡും 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. സോ ഇത് എക്കോ മോഡാണ്. സ്പോർട്ട് മോഡും ഈ സ്വിച്ചസ് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഹിൽ ഡിസിൻ്റെ കൺട്രോൾ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു നോബ്, ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ്, ഹാൻഡ് റെസ്റ്റ്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും ഒരു 2 വാട്ട് ചാർജിങ് സോക്കറ്റും കൂളബിൾ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റാണ് വന്നുള്ളത്. പിന്നെ USB പോർട്ടും C പോർട്ടും ഫങ്ഷൻസ് ഉള്ള ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തുള്ളത്. സോ ഇവിടെ വന്നുള്ളതാണ് ഡാഷ് ക്യാമറയാണ് ഇവിടെ കൊടുത്തത്. കണ്ടോ, ശരിക്കും നിങ്ങളൊരു കാർ വാങ്ങിയാൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു മോഡിഫിക്കേഷനാണ് ഡാഷ് ക്യാമറ. സോ നിങ്ങൾ എന്തെങ്കിലും ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എവിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു ഫീച്ചർ നിങ്ങൾ വണ്ടിയിൽ വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലീഗലായ മൂവ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡാഷ് ക്യാമറ നിങ്ങൾ വെഹിക്കിളിൽ മേടിച്ച് വെക്കണം. സോ സൺഷെയ്ഡ്, പാസഞ്ചറിൽ മിറർ വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത്.
റീഡിങ് ലാംപ്സ് ആൻഡ് പാനോറമിക് സൺ റൂഫ്. കണ്ടോ, അത്യാവശ്യം വലിയൊരു സൺ റൂഫാണ് ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. സോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് ഒരു പാനോറമിക് സൺ റൂഫ്. സിംഗിൾ പാനെ കുറിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു പാനോറമിക് സൺ റൂഫാണ്. ഗ്ലൗ ബോക്സ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ് ഒരു വെഹിക്കിളിന് വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കോക്പിറ്റ് എന്ന് പറയുന്നത്. സോ ടാറ്റ ഹാരിയറിൻ്റെ സെക്കൻഡ് റോയിട്ട് പോവുകയാണെങ്കിൽ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ ഓപ്പൺ ചെയ്യാം. വാവ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോയാണ് ഒരു വെഹിക്കിളിന് വന്നിട്ടുള്ളത്. കണ്ടോ, ഇത്രയും സ്പേസ് ഈ ഒരു സെഗ്മെൻറ്റിലെ കൂടുതലും സ്പേസ് ഉള്ള ഒരു വെഹിക്കിളാണ് ടാറ്റ ഹാരിയർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ് എന്ന് കണ്ടു തുടങ്ങാം. ഇവിടെയും ഡുവൽ ടേൺ ഡോർ പാഡ് കൊടുത്തുള്ള കളേഴ്സ്, ഒരു കർട്ടൻ കാണാനായിട്ട് സാധിക്കും. മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന കർട്ടൻസാണ് ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. എന്നിട്ട് ക്ലോസ് ചെയ്യാം. സോ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഡോർ ലോക്ക് ആൻഡ് ലോക്കും പവർ സ്വിച്ചസ് ആണ്. ഡോർ പാഡ് വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നുണ്ട്, നേരെ താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സോ നമുക്ക് നേരെ അകത്ത് ഇരുന്ന് നോക്കാം. സോ അകത്തിരുന്നാലും നമുക്ക് സ്പേസും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെക്കൻഡറാണ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. ലെഗ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, ഹെഡ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. സോ ഇതിൻ്റെ റൂഫ് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടായി വരാം, നല്ലൊരു സ്പോർട്ടി ഫീൽ ലഭിക്കും. സോ അതുപോലെ തന്നെ ഒരു ഹെഡ് റെസ്റ്റ് ഉണ്ടോ, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ല കംഫർട്ടബിളി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് യാത്ര സാധിക്കും. പ്ലസ് പോയിന്റ് ശരിക്കും ഒരുപാടധികം ഫങ്ഷൻസ് ഉള്ളൊരു വെഹിക്കിളാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വെഹിക്കിളിൽ ഒന്നാണ് ടാറ്റ ഹാരിയർ. അതിൻ്റെ മെയിൻ റീസണാണ് ഈ ഒരു ബൾക്കിനെസ്സും ഫീച്ചേഴ്സും. സോ ഹാരിയറിൻ്റെ സെക്കൻഡുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ ഈ ഒരു സൈഡിലാണ് കൊടുത്തുള്ളത്. സോ അതിൻ്റെ എയർ ഫ്ലോയും അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഫ്ലോ ലഭിക്കും ഈ ഒരു സൈഡിൽ വന്ന കാരണം. പ്ലസ് പോയിന്റ് സോ ഇവിടെ ഒരു USB പോർട്ടും ഒരു C പോർട്ട് ചാർജിങ് സോക്കറ്റും വന്നിട്ടുണ്ട്. ഫോൺ വെക്കാനുള്ള ഹോൾഡറും ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് ഫോൺ വെക്കാനുള്ളത്. ഹാൻഡ് റെസ്റ്റ്, അതിലുണ്ട് കപ്പ് ഹോൾഡേഴ്സും നമുക്ക് വരുന്നുണ്ട്. സോ ഇത് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്നത്. റീഡിങ് ലാംപ്സ്, രണ്ട് സൈഡിലും റീഡിങ് ലാംപ്സ് വരുന്നുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ ഇഷ്ടം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബൾക്കിനെസ് ആണ്. ഇതിൻ്റെ ഓരോ പോർഷൻസ് എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ബൾക്കിനെസ് ഫീൽ ചെയ്യും. കണ്ടോ. സോ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ എഞ്ചിൻ അവൈലബിൾ ആണ്, ഒരു പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും. സോ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഡീസൽ എഞ്ചിനാണ്, 2 ലിറ്റർ ടർബോ ചാർജഡ് എഞ്ചിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 4 സിലിണ്ടർ, അറൗണ്ട് 170 bhp പവറും 350 ന്യൂട്ടൺ ടോർക്കും ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് ഈ ഒരു ഡീസൽ തരുന്നുണ്ട്. സോ ഇനി പെട്രോൾ നോക്കുകയാണെങ്കിൽ 1.5 ലിറ്റർ ടർബോ GDI പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ വരുന്നത്. 4 സിലിണ്ടർ, അറൗണ്ട് 170 bhp പവറും 280 ന്യൂട്ടൺ ടോർക്കാണ് ഇതിൻ്റെ പെട്രോൾ പെർഫോമൻസ് വരുന്നത്. അത്യാവശ്യം പെർഫോമൻസ് രണ്ടും നമുക്ക് തരുന്നുണ്ട്. മൈലേജിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും രണ്ട് ബൈക്കുകളിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എൻജിൻ ബേ വരുന്നത്. സോ ഇതാണ് ടാറ്റ ഹാരിയർ ഡീസൽ എൻജിൻ. സോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡീസലാണ്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസും ഫീച്ചേഴ്സും ഉള്ള ഒരു വണ്ടിയാണ് ഇന്ത്യയിൽ ടാറ്റ ഹാരിയർ. ഒരു ഫുൾ സൈസ് SUV. കണ്ടോ, ആ ഒരു ബൾക്കിനെസ്സും എല്ലാതും കൂടി ചേർന്നൊരു വെഹിക്കിളാണ് ടാറ്റ ഹാരിയർ. സോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് അറിയാനല്ലേ, 2.15 lakh ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത്. സോ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം അവൈലബിൾ ഉള്ളൂ. സോ മോർ ഡീറ്റെയിൽസ് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. റെഡി സ്റ്റോക്ക് നമ്മളിൽ അവൈലബിൾ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിന് മലപ്പുറം ലെക്സോൺ ടാറ്റയുമായി ബന്ധപ്പെടുക. സീ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം.